ഇവിടുത്തെ എന്താ പറയുക, don't know. Hi guys, welcome back to my vlog. വെൽക്കം ടു ചായ് വ്ളോഗ് സീരീസ് 1. Yeah. Don't talk. TikTok. I don't know ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, സൗണ്ട് പ്രോപ്പറായി കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ബട്ട് വി ആർ ടേക്കിംഗ് എ വീഡിയോ വിത്തൗട്ട് നോയിങ് ദ സൗണ്ട്. വിത്തൗട്ട് മൈക്ക്. മൈക്ക് ഉണ്ട് ബ്രോ, പറയൂ, വാട്ട്സ് ഇൻ യുവർ മൈൻഡ്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം ചായയായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതാണ് ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആസ് എ 23-year-old ഒരു എന്താ പറയുക, ഒരു എന്താ ഇപ്പോൾ പ്രായം എന്ന് പറയുമ്പോൾ ഒരു അഡൽട്ട് ആ ഇതിലേക്ക് കടന്നിരിക്കുന്നില്ലേ, അഡൽട്ടായിരിക്കുകയാണ്. അഡൽട്ടിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഫ്യൂച്ചറിൽ നിന്നും അല്ല പ്രസൻറ്റ് ആൻഡ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വാട്ട് ആർ ദ എക്സ്പെക്റ്റേഷൻസ് ആണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നൊരു ഒരു ഒരു ടോക്ക് ഷോ പോലേക്ക്, അതുപോലെ ഒരു പോഡ്കാസ്റ്റ് പോലേക്ക് ഉള്ളൊരു ഒരു വീഡിയോ ആണിത്. മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോഡ്കാസ്റ്റ് എവർ ക്രിയേറ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂട്യൂബ്. അങ്ങനൊന്നുമല്ല, യുണൈറ്റഡ് കൊച്ചി ഓഫ്. ഇപ്പൊ നമ്മൾ കൊച്ചിയിലാണുള്ളത്. നമ്മൾ MG റോഡ് എന്ന് പറയും. MG റോഡ് ആക്ച്വലി ഞാൻ വർക്ക് കഴിഞ്ഞ് വരികയായിരുന്നു. സഹോദരനെ അവിടെ ഇരുന്ന് ചായ കുടിക്കണ്ടായിരുന്നു. ചായ കുടിക്കല്ല, പിള്ളേരായിട്ട് സംസാരിക്കണായിരുന്നു. ഞാൻ അവനെ അവിടെ നിന്ന് പൊക്കി ഇവിടെ വന്ന്. ഇത് ഞങ്ങളെ സ്ഥിരം സ്പോട്ടാണ്. ബിക്കോസ് ഇവിടെ വരുമ്പോൾ ചായ കുടിക്കാം, കുറേ സംസാരിക്കാം, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. റോഡിൽ നടക്കുന്നതൊക്കെ നോക്കുന്നു, പോകുന്നു. കിട്ടുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ ഡൗട്ട് ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് ഓക്കെ ലൈക്ക് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ബ്രോ, ഐ വിൽ ബി യുവർ ആങ്കർ അല്ലല്ലോ, ഹോസ്റ്റ്. അപ്പോൾ ഞാൻ ഗസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശരത്. നമസ്കാരം. ശരത് ഈസ് എ 25-year-old IT എഞ്ചിനീയർ. കുറയ്ക്കല്ലേ, IT എഞ്ചിനീയർ. എറണാകുളം. നോക്കിയൊരു ആൾക്കാർ സോറി കട്ട് അറ്റൊരു സ്ഥലം. ബ്രോ, ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ആൾക്കാർ നമ്മള് അത് ഈ ബ്രോ doesn't care about it. ബ്രോ, കറന്റ് വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻസ്? എന്താണ് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കറന്റ് ആസാൻ എന്താ പറയാ, എൻ്റെ അവസ്ഥ പറയാ ഒന്നുമില്ല. ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ബാക്കോട്ട് പോകാനാണ് തോന്നുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നതോറും പേടിയാണ് ബ്രോ ജീവിക്കാൻ. കാരണം ഇന്നേ ഇങ്ങനെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെ ഇത് ടേക്ക് കെയർ ചെയ്യും, എങ്ങനെ ഇത് നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ ഈ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകും. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ചിലവുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചിലവുകൾ വിട്, ലൈഫ് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ പോകണ്ട ബ്രോ. അങ്ങനെ ലൈഫ് എന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻ ഇല്ല ആക്ച്വലി. ഡ്രീം മാത്രമേ ഉള്ളൂ. എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതിന് വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. വർക്ക് ചെയ്ത് എന്തെങ്കിലും നേടണമെന്നുണ്ട്. പക്ഷെ ആയ കാലത്ത് അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്തിട്ടില്ല ആയ കാലത്ത്. ഇപ്പം ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം ട്രൈ ചെയ്താലും നടക്കുമെന്ന് അറിയില്ല.
പക്ഷേ അതാവുമ്പോഴേക്ക് ഏറെക്കുറെ മുക്കിൽ വല്ല് മുളയ്ക്കും. 25 വയസ്സായി ബ്രോ. എന്താണ് ഇപ്പൊ അത് പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാ ഒന്നും ലേറ്റ് അല്ല. അതെ, ഇപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലിയിൽ 1 ഇയർ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഞാനൊരു നല്ല ജോലിക്ക് ട്രൈ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സിനാരിയോ. അങ്ങനെയാണ് പോകുന്നത്. അത് ഇവിടെ ആവുമോ അതിനി മുകളിലേക്കല്ല, അങ്ങനെ പറന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുമെന്ന് അറിയില്ല. ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇപ്പം ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൂല ഡൗണും ഇല്ല, അങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പാക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. അല്ലാണ്ട് മിറാക്കിളൊന്നും വരില്ല. മിറാക്കിളെന്നും ആഗ്രഹിക്കുന്നുണ്ട്, വരുന്നില്ല. ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട്. വെറുതെയാണ് സ്വയം സമാധാനിക്കാൻ വേണ്ടി. അല്ല, നമ്മൾ ഒരു ലക്ക് ട്രൈ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. എന്തോരം ആൾക്കാർ എന്തോരം ട്രൈ ചെയ്യുന്നു. നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ടൈം എപ്പോഴാണ് മാറുക. അതെ, ആ കൊറോണ കാലഘട്ടത്തിൽ 4 റീല് ചെയ്ത് തരുന്നെങ്കിൽ ഇപ്പൊ സത്യം ടിക്ടോക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കൊണക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വല്ല സെലിബ്രിറ്റി വല്ല പ്രൊമോഷൻ ചെയ്ത് നടന്നാൽ മതിയായിരുന്നു. അപ്പൊ അവര് ഊക്കി നടന്ന ടൈമില് വല്ലതും ചെയ്താൽ മതിയായിരുന്നു. 2 റീലൊക്കെ ചെയ്ത ഇപ്പൊ ഏത് നിലയിലെത്തിയാണ്. കറന്റ് സിറ്റുവേഷൻ നമ്മൾക്ക് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പണ്ടത്തെ പോലെയല്ല. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമാണ്. എൻ്റെ ചേച്ചിയുടെ മോന് യൂട്യൂബ് ചാനലുണ്ട് സ്വന്തമായിട്ട്. അവൻ 2ാം ക്ലാസ്സിലാണ്. ഈ പഞ്ചോട്ടികളല്ല ആണ്. ഇപ്പൊ അത് ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെ എന്താ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു കരുതി നിങ്ങളുടെ കയ്യിലൊരു കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കല്ലേ. അത് നമ്മളെ അതൊരു ഏണിങ്ങിലോട്ട് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ അത് ഒരിക്കലും അത് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഫ്യൂച്ചർ. ഹലോ, ഒരു വ്ളോഗില ഒരു ഇന്റർവ്യൂ അത് മിക്കപ്പോഴും പേഴ്സണൽ ടോക്സ്. ഇനി വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്? നമ്മൾ അതും കൂടെ പറഞ്ഞെന്ന് തോന്നുന്നു. ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നല്ലൊരു അത്യാവശ്യം ഫൈനാൻഷ്യലി ഫ്രീ ആവണം. പിന്നെ വീട്ടുകാരെ ടേക്ക് കെയർ ചെയ്യണം. എടാ അതെല്ലാം എല്ലാവരും വീട്ടുകാരെ ടേക്ക് കെയർ ചെയ്യണം. കല്യാണം കഴിച്ചാൽ അവരെ ടേക്ക് കെയർ ചെയ്യണം. ഭാവി കുട്ടികളിനെ അവരെയും ടേക്ക് കെയർ ചെയ്യണം. പറഞ്ഞ പോലെ അത്യാവശ്യം അവർക്ക് വെച്ചാൽ എനിക്കും ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്കും എല്ലാവർക്കും ബേസിക്കായിട്ട് നടത്താൻ പറ്റുന്നതും ഒരു എന്താ പറയുക, ഒരു ആവറേജായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. എല്ലാവരും നോർമലായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഹെസിറ്റേഷൻ കൂടാതെ. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചിരിക്കാൻ പാടില്ല. ഇപ്പോൾ അയ്യോ അതിനെന്തേലും കണ്ടിട്ടാവും, അതിനെന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു നോർമലായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് കണ്ണും കൂട്ടി ചെയ്യാന്ന് പറയാൻ പറ്റണ ഒരു കോൺഫിഡൻസ് വരണം. അതാണ് ആഗ്രഹം. അത്രയ്ക്കുള്ളൂ ചെറിയ ആഗ്രഹം. അല്ലാണ്ട് ഒരു ചെറിയ ഐലൻഡ് വീട് അങ്ങനെയൊന്നുമില്ല. കിട്ടിയ കുഴപ്പമില്ല. ബ്രോന്റെ പറ ബ്രോ കറന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നൊരു സ്റ്റേജാണ്. കൺഫ്യൂസ്ഡ് ആൻഡ് സ്കേർഡ്. പേടി എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ 1 ഇയറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇനി കരിയറിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ടുള്ള പോകുന്നൊരു പോക്കാണ്. അപ്പോൾ
ആ ചേഞ്ച് വരുന്നതിൽ ഞാൻ പേടിക്കുന്നു. ലൈക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്, കുറേ ആഗ്രഹിക്കാറുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബമ്പർ എടുത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ച എന്തൊക്കെ ചെയ്യണം, ആ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അത് പ്ലാൻ ചെയ്യാനും ആഗ്രഹിക്കാനും ഒരു ലിമിറ്റേഷൻ ഇല്ല. ബ്രോന് ആഗ്രഹിക്കാം, അതൊരു തെറ്റില്ല ബ്രോ. പറ. അപ്പോൾ അത് പുതിയതായിട്ട് ഒരു ചേഞ്ചിലേക്ക് പോകുമ്പോൾ അതിനായിട്ട് ഇത് ഓക്കെ ആവുമെന്ന് ഉള്ളൊരു ഫിയർ ഇപ്പോൾ മനസ്സിലുണ്ട്. പേടിയുണ്ട്. ഫിയറാണ് മെയിൻ. പിന്നെ കുറേ ആൾക്കാരെ വിട്ടുപോകുന്നതിനുള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അത് ലൈഫിൻ്റെ പാർട്ടാണ്. ഓരോ ആൾക്കാരെ കാണും. ഇത് പക്ഷെ കുറച്ച് ആൾക്കാരെ ചേർത്ത് പിടിക്കും അല്ലേ? അതെ, കുറച്ച് ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ സപ്രഷൻ അല്ലല്ലോ ബ്രോ. അതെ അങ്ങനല്ല, അത് ഏകദേശം അങ്ങോട്ടൊന്ന് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതന്നെ പേടിയാണ്. എല്ലാത്തിനും പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും തോക്കുന്നില്ല, അല്ലെങ്കിൽ ഓടി ഒളിക്കുന്നില്ല. എപ്പോഴും ഫിയറിനെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ കാര്യം അനുഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ആരോടും പറയാതെ മനസ്സിൽ വെച്ച് കുറേ കാര്യങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം. അതെനിക്ക് ഞാൻ പറയുന്ന കാര്യം. ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ശരിയാവും, എല്ലാം ഓക്കെ ആവും എന്ന് കരുതുന്ന ആളാണ്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മൈൻഡൊന്ന് ഓക്കെ ആവും. മൈൻഡ് ഓക്കെ ആവും, ഒരു പോസിറ്റീവ് ചിന്ത കിടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ല എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും അതിന് വർക്ക് ചെയ്യാതിരിക്കണം. വർക്ക് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഫ്യൂച്ചർ ഇതെന്താ വരുന്നില്ല കട്ടാവുന്നില്ല. ലൈഫ് എപ്പോഴും ഫെയർ ആവില്ല ബ്രോ. നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, പക്ഷെ നമ്മൾ ഒരിക്കലും കരയിപ്പിക്കും, ബ്രോക്കൺ ആക്കും, നമ്മളെ തോൽപ്പിക്കും, വീണ്ടും തോൽപ്പിക്കും. വിട്ടു കൊടുത്താൽ തീർന്നു. നമ്മളവിടെ തളർന്നിരിക്കത്തുള്ളൂ. നമ്മളടുത്ത പ്ലാൻ പിടിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ സെറ്റ് വരെ പിടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പ്ലാൻ ചെയ്യണം. കാരണം തോൽപ്പിക്കാൻ ഇവര് സെറ്റിന്റെ മുകളിലേക്ക് ശ്രമിക്കും. അപ്പൊ പിന്നെ ഒന്നുമില്ല, ഒരെണ്ണത്തിന് വേണം അടുത്തേക്ക് എന്നുവെച്ചാൽ ട്രൈ ചെയ്യണം. എന്നാലും കിട്ടി പോയി എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോസിന്റെ മുകളിൽ അധികം കരഞ്ഞിരിക്കില്ല. കരഞ്ഞിരുന്ന് നമ്മൾ തളരും. നമ്മളത് അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് എടുക്കേണ്ട ആവശ്യം. പലപ്പോഴും എനിക്കടക്കത് പറ്റാറില്ല. അതല്ല, ആർക്കും അങ്ങനെ എളുപ്പമല്ല അത്. പക്ഷെ പറയുമ്പോൾ പറയാലോ, കാരണം അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ മൂച്ചിരിക്കത്തുള്ളൂ. കാരണം കുറേ ടൈമും പോവും. പിന്നെ നമ്മൾ വിചാരിക്കണമെന്ന് ടൈമിൽ നടക്കില്ല. ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. താങ്ക്സ്. അത് എനിക്ക് അത് നല്ലതായിട്ട് അറിയാം. അല്ല, കാരണം എടാ ഒരു മാസത്തെ കാലാവധി കൊണ്ട് പല ചേഞ്ചസ് നടക്കും. നമ്മൾ വിചാരിക്കും ഒരു മാസത്തിൽ, നമ്മൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല സ്റ്റേജിലേക്ക് എത്തണേ. പക്ഷെ നമ്മൾക്ക് കറക്റ്റ് ഒരു മാസം മുന്നേ എത്തണമായിരുന്നു. പക്ഷെ നീ അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഭയങ്കര രീതിക്ക് രക്ഷപ്പെട്ടു. നീ വിചാരിച്ചേക്കാൾ നല്ല രീതിക്ക് രക്ഷപ്പെട്ടു. പക്ഷെ നിനക്ക് എത്തിപ്പിടിക്കേണ്ട എല്ലാം അപ്പം പോയി കഴിഞ്ഞു.
പിന്നെ നിനക്ക് ആ രക്ഷപ്പെടൽ കൊണ്ട് എനിക്കൊരു ഉപകാരം ഇല്ലല്ലോ അല്ലേ? പിന്നെ അതാണ് ടൈമിന്റെ നമ്മുടെ കയ്യിലല്ല. അല്ല, നമ്മൾ ചിന്തിക്കണം, നമുക്ക് ടൈമാണ് ഏറ്റവും ഏറ്റവും വാല്യുബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സംഭവം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ബട്ട് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഫ്യൂച്ചറിലായാലും പ്രസൻറ്റിലായാലും നമ്മൾ അത് വിഷമിക്കും. അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, അത്ര. പിന്നെന്തോ വേറെ എന്തോ വാട്ട് നെക്സ്റ്റ്? അതാണ് അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് don't try or doesn't hard work enough. ലൈഫിനെ പറയാം, ലൈഫ് എനിക്ക് വീണ്ടും ഒന്നിന്ന് തുടങ്ങാൻ ഒരു ചാൻസ് കിട്ടിയ ഞാൻ എൻ്റെ ചെറുപ്പകാലം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഈ ഓർമ്മ അപ്പോഴുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂഞ്ചും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ചെറുപ്പം തൊട്ട് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപ്പം തന്നെ നോക്കി വയ്ക്കും. പക്ഷെ ലൈഫ് എൻജോയ് കൂടി ചെയ്യണം. കാരണം നമ്മളൊരു ടൈമിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കാൻ പാടില്ല. ആക്ച്വലി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലങ്ങളും പോവും, നമ്മുടെ ഏജ് കൂടും, റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റിൽ സീറോയിൽ നിൽക്കും. നമ്മുടെ മേല് വെച്ചിരിക്കണ എന്താ പറയുക കോൺഫിഡൻസ് വീട്ടുകാർക്ക് അത് കുറഞ്ഞു. റെക്കോർഡിങ് ആകുമ്പോൾ നോക്കിയതാ. ബ്രോ ഇതന്നെ നമ്മളൊരു 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും ബ്രോ. കാരണം ഡെയിലി ഇതൊക്കെ ഉണ്ടാവണം. നമ്മൾ മാത്രമല്ല, എല്ലാ ബോയ്സിന്റെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. അല്ല, ഇതൊരു കോമൺ തിങ് ആണ്. ഇപ്പൊ നമ്മൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസമൊന്നും ഇല്ലത്. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വേറെ കാര്യം. കുറച്ച് ഭാഗ്യം, കുറേ ഹാർഡ് വർക്കും. പിന്നെന്താ ഇതിനെപ്പറ്റി നമ്മൾ വേറെ സംസാരിക്കാനുള്ളത്? ബ്രോന്റെ ലൈഫ് ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ബ്രോ ഏറ്റവും ഫസ്റ്റ് ചേഞ്ച് ചെയ്യണ ഒരു കാര്യം പറ. അതോ ഞാൻ തകരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ റീലൊക്കെ കണ്ടിട്ടില്ല. 10th കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗൺഫാളായിരുന്നു എൻ്റെ ലൈഫ്. പക്ഷേ +1 +2 കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര നല്ല കോളേജിലാണെങ്കിൽ തന്നെ മുന്തിയ കോളേജായിരുന്നു. അത് വേറെ കാര്യം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്ത തീരുമാനം മാറ്റാൻ പറ്റത്തില്ല. അവിടെ കുറച്ചുകൂടെ എൻ്റെ എപ്പോഴും ഞാൻ തുടങ്ങിയ സ്ഥലം അവിടെ 10th കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് അവിടുന്ന് ചേഞ്ച് കൊണ്ടുവരണം. 10th കഴിഞ്ഞു അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കിട്ടണം. ഐ എം നോട്ട് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്. ഞാൻ എപ്പോഴും ഒരു എന്താ പറയുക ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ബട്ട് ഒരു പ്രതീക്ഷിക്കാത്തൊരു അടി കിട്ടി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊക്കെ റിസൾട്ടൊന്നും വന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ, വീണ്ടും ടൈം പോയി. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. എപ്പോഴും എന്താ ഹോപ്പ് കൈവിടാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹോപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ എപ്പോഴും ഹോപ്പ് കിട്ടിട്ടില്ല. ഒരു കാര്യത്തിൽ ഞാൻ ഹോപ്പ് കൊടുത്തില്ല. എപ്പോഴും ശരിയാവുന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലാവും. അതുകൊണ്ട് എന്താ പറയുക, കറക്റ്റ് എനിക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ അറിയത്തില്ല. അതാണ് വിഷയം. അങ്ങനെയൊക്കെ
എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക, അത്രേ ഉള്ള കാര്യമുള്ളൂ. ബ്രോനൊരു 10th കഴിഞ്ഞിട്ട് ബ്രോന്റെ കയ്യിൽ നിന്ന് പോയി നല്ല പറഞ്ഞത് ആണെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി. എനിക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടത്തരാണ് കാണിച്ചത് ആക്ച്വലി. എനിക്ക് 10th ആ ടൈമിൽ ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ മറ്റേ ബയോടെക്നോളജി അങ്ങനത്തെ മറ്റേ ഈ എന്താ പറയുക ബേബി ഡിസൈനിങ് അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ചതായിരുന്നു. ആ ടൈമിൽ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം. പിന്നെ എവിടെന്നോന്നറിയില്ല അവഞ്ചേഴ്സ് കണ്ടിട്ട് അയൺമാൻ്റെ ആ മൂഡ് കയറി ജാർവിസ് ഉണ്ടാക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. എന്താന്ന് പോലും അറിയില്ല കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് എടുത്തു. പിന്നെ ഞാൻ പോയതൊരു സ്കൂളിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ആ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് എന്താ പറയുക, ഞാൻ 10th വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആവറേജ് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ സീനാണ് ആക്ച്വലി. സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഒരു സിസ്റ്റർമാരും അവരൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള സ്കൂളിൽ F ആയിരിക്കും ഫെയിൽ. അവിടെ എന്ന് പറഞ്ഞാൽ ഡിൻ്റെ ഡിക്ക് എത്തിയാൽ തീർന്നു. D+ ഇല്ല ബ്രോ ആക്ച്വലി. C+ന്റെ ഡിക്ക് D+ന്റെ അല്ല സീൻ്റെ അടിക്ക് വാങ്ങാൻ തോറ്റു. അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഞാൻ നേരെ പോകുന്നത്. ഒരു 50 പേരുണ്ടെങ്കിൽ 2 പേര് ജയിക്കണം ക്ലാസ്സിലേക്ക്. അപ്പോൾ ടീച്ചർമാർക്ക് അത്രയ്ക്കും മതിപ്പ് ആ ക്ലാസ്സിനെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാജുവലി ഉന്തി തള്ളിയാൽ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. 10th വരെ ഒരു 8th വരെയൊക്കെ ആണെങ്കിൽ 7th വരെയൊക്കെ ആണെങ്കിൽ എന്നെ അമ്മ പഠിപ്പിച്ചായിരുന്നു. അമ്മോട് ഞാൻ പഠിച്ചത് പറഞ്ഞു കൊടുത്തായിരുന്നതുകൊണ്ട് എനിക്ക് അതുവരെ ഈ പറഞ്ഞ പോലെ ഫുൾ A+ അങ്ങനെ സംഭവം കിട്ടിയായിരുന്നു. 8th കഴിഞ്ഞ പിന്നെ അങ്ങനെ അമ്മയുടെ പഠിപ്പ് ലിമിറ്റഡാണ്. അതുകൊണ്ട് അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാണ്ട് ട്യൂഷന് വിട്ടു. ട്യൂഷൻ്റെ ബലത്തിലും ഞാൻ വീട്ടിൽ ഒന്നും പഠിക്കാറൊന്നുമില്ല. ക്ലാസ് കേൾക്കണതിൻ്റെ ഗുണത്തിലും 10th അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. +2 ഞാൻ വിചാരിച്ചോടത്ത് തന്നെ കിട്ടി, വിചാരിച്ച സബ്ജക്റ്റിന് കിട്ടി. പക്ഷേ എന്താണ് ഏതാണെന്ന് അറിയാണ്ട് ഞാൻ ചാടി കയറിയത് കുഴിയിലോട്ടല്ല, പടുകുഴിയിലോട്ടായിരുന്നു. അവിടുന്ന് പോയി. അവിടുന്ന് രക്ഷപ്പെടായിരുന്നു ആക്ച്വലി. അവിടുന്ന് രക്ഷപ്പെട്ടില്ല. അവിടുന്ന് വേറെ എന്തൊക്കെയോ ബുദ്ധി തോന്നി എൻജിനീയറിങ് എടുത്ത് പിന്നെ കുറെ ചിന്തിച്ചു. മെറിറ്റ് വന്നത് എൻജിനീയറിങ് എടുത്ത് പൈസ കൊടുത്തിട്ട് എടുത്ത്. അപ്പോൾ കുറെ ചിന്തിച്ചു. ഒരു സെമ്മ് പോയി. ഇത് ഞാൻ സപ്ലി അടിച്ച് കൂട്ടും, വീട്ടുകാരനെ ഞാൻ ഭയങ്കര രീതിക്ക് ബുദ്ധിമുട്ടിക്കും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ 1 വർഷം പോയി. എന്നിട്ട് നേരെ ഡിഗ്രിയിലേക്ക് പോയി. ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് കഷ്ടപ്പെട്ട ജോലി എങ്ങനെ കണ്ടുപിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയതും ഒരു കോളേജിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടേക്കെല്ലാം ഞാൻ തന്നെയാണ് പോയി. വീട്ടുകാരൊന്നും തള്ളിവിട്ടല്ല, സ്വന്തം ഡിസിഷൻ, സ്വന്തമായി കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് സ്വന്തമായി പോയി. സ്വന്തമായി ചാടി വീണു. ആ കോളേജിൽ ചേർന്നിട്ടേക്ക് ഒരു നല്ല കോളേജ് സീറ്റ് കിട്ടി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവിടെ തന്നെ പഠിച്ചു. അവിടെ പഠിച്ചില്ല, അവിടെ നിന്നു. എങ്ങനെയൊക്കെയോ തീർന്നു കോളേജ് കാലഘട്ടം എന്ന് ഇതിന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു 3 കൊല്ലം തീർന്നു. ഫസ്റ്റ് തന്നെ ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ജോലിക്ക് കയറി. ഒരു സെയിൽസ് ആയിരുന്നു. ഏഷ്യാനെറ്റ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ അവരുടെ ബ്രോഡ്ബാൻഡിലാണ് കയറി. അതിൻ്റെ സെയിൽസ് നടന്ന് പട്ടി പിണ്ടി 2 മാസം പണിക്ക് പോയിട്ട് നിർത്തി. 2 മാസം പണിക്ക് പോയിട്ട് അതിൻ്റെ സാലറി വന്നിട്ട് വീട്ടിലേക്ക് എന്തോ ചിലവ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കി പൈസക്ക് ഒരു ഐഫോൺ എടുത്തു. ഐഫോൺ XR എടുത്തു. അത് കഴിഞ്ഞ്
ഞാൻ എന്താ പറയുക ഒരു കോഴ്സിന് മുറിക്ക് വന്നു കൊച്ചിക്ക് കടവന്ത്രയിൽ. ഞാൻ ഈ കോഡിങ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും കോഡിങ് ചെയ്യാനുള്ള തലമണ്ട ഇല്ലാത്തതുകൊണ്ടും ഒന്നും പഠിക്കാത്തതുകൊണ്ടും കോഡിങ്ങിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഡെവോപ്സ് എടുത്തു. ഡെവോപ്സിൽ ബേസിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മതി. ബാക്കി ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഡെവോപ്സ് എടുത്തു. നെറ്റ്വർക്കിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡെവോപ്സ് എടുത്തു. എന്നിട്ട് ഒരു വർഷം ഇവിടെ ഡെവോപ്സിൻ്റെ പിന്നാലെയായി. അതും ഒരു കൈൻഡ് ഓഫ് സ്കാം ആയിരുന്നു ആക്ച്വലി. കാരണം ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ ഡെവോപ്സിൻ്റെ ബേസിക് പോലും അതിൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പിന്നെ എങ്ങനെയോ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഇടയിൽ ഡിഗ്രിയൊക്കെ മൊത്തം പോയി കിടക്കായിരുന്നു. അത് എങ്ങനെയോ ക്രെഡിറ്റ് ട്രാൻസ്ഫറൊക്കെ അടിച്ച് ഡിഗ്രി കിട്ടി. എന്നിട്ട് നേരെ അത് കഴിഞ്ഞ് ഒരു 2 മാസം ഞാൻ വെറുതെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിക്ക് കയറി. ഇപ്പോൾ ഇത് ഇവിടെ എന്താ പറയുക, പേര് പറയുന്നില്ല, ഇവിടെ ഒരു സ്ഥലത്ത് IT എഞ്ചിനീയർ എന്നാണ് പോസ്റ്റിൻ്റെ പേര്. നെറ്റ്വർക്കിങ്ങും സിസ്റ്റം അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഒരു 1 year ആവുന്നു. അതെ അതെ പെട്ടെന്ന് 1 year ആയത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാനും കയറിയത്. 1 വർഷമായി. ഈ ഡിസംബർ 1 കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷമായി. വർഷങ്ങൾ പോകുന്നതിന് അതാ പറഞ്ഞ ടൈം ആരെയും നോക്കിയിരിക്കത്തില്ലെന്ന് പറഞ്ഞ ഏതോ സിനിമയിൽ പറയുന്നത്. അല്ലടാ, ആ 3 വർഷം പോയിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് കാര്യം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നുമില്ല, പ്ലാനിങ് ഇല്ല, ഒന്നുമില്ല. ഒരു ഡിഗ്രി കൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. ഡിഗ്രി വിഷമം പറയാൻ തോന്നുന്നുണ്ട്. നമ്മള് വേറെ എടാ ലാസ്റ്റ് എങ്ങനെ പോയാലും സിന്ധി ഷോക മുടി കാരണം പറഞ്ഞു വന്ന് ലാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അച്ചീവ്മെന്റ് വല്ലതും ഉണ്ടാ പറയാ. പറഞ്ഞ് ലാസ്റ്റ് ഷോക അടിച്ചിരിക്കാന്നല്ലോ വരുന്നു. ഉണ്ടാക്കി ഷോക അടിച്ച് ഒരു ചായ കൂടെ പറഞ്ഞു. അതെ, ഒരു ചായ കട അടയ്ക്കാൻ നമ്മൾ ഇറക്കി വിടും. അങ്ങനെയൊക്കെ ഇപ്പൊ ശരത്തിന്റെ മൈക്ക് പോയിട്ടോ. ഞാനാ ചുറ്റി കളഞ്ഞു. മൈക്ക് പോട്ടെ ബ്രോ, ആൾക്കാര് പോന്നു. ഇന്നലെ മൈക്ക് അതെ ഞങ്ങല്ല. ബ്രോ ജോലി ചെയ്ത് ഇറങ്ങിയിട്ട് എന്താ പ്ലാൻ? അടുത്തെന്തോ എല്ലാരെയും പോലെ അടുത്ത ജോലി കണ്ടുപിടിക്കണം. ഇത് കാണണോന്ന് വിചാരിക്കുമ്പോഴേ ഇത്രയും. അതെ, കളി തുടങ്ങണ വരെ ഇരുന്ന് കാണാലോ ബ്രോ. ഒരു ചൂടടിക്കുന്നു. എന്താ വൈൻഡപ്പ് ചെയ്യാന്നോ? ഓക്കെ, വൈൻഡപ്പിങ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ലൈഫ് എപ്പോഴും ഹാർഡാണ്. അപ്പോൾ പിള്ളേരോട് പറയാനുള്ളത്, ഇത് കാണുന്ന ചെറിയ പിള്ളേരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ ഒരു വിഷൻ ഉണ്ടായി അതിനു വേണ്ടി പരിശ്രമിക്കണം. എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഗോൾ എന്നും. ആൻഡ് എന്താ പറയാ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ലല്ലോ. എന്താ ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് മതി. ഞാൻ പറയട്ടെ രണ്ടും വേണം. അതല്ല ഹാർഡ് ആൻഡ് സ്മാർട്ടും. നമ്മുടെ സിലബസിൽ എന്നൊരു മാറ്റം വരുന്നത് സത്യം പറയാണ്. കാരണം നമ്മൾ ഈ 10th വരെ എന്ന് പറഞ്ഞാൽ നമ്മളെ വാർത്തെടുക്കാൻ പറ്റിയ ടൈമാണ്. ആ ടൈമിൽ നമ്മളെന്താ പഠിക്കണം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ ലൈഫ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ലൈഫിൽ ഇത് എങ്ങനെയാണ് എന്താ പറയുക, നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? നമുക്കൊരു ടൈം ആകുമ്പോൾ ഇങ്ങനെ സെറ്റാവണം, ഈ ഒരു ലെവലിൽ സെറ്റാവണം, ഈ ഒരു ലെവലിൽ നമ്മൾ എന്താ പറയുക ലൈഫ് കൊണ്ടുപോകണം. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതൊക്കെ ഈ നമ്മുടെ നോർമൽ സബ്ജക്ട്സിൻ്റെ ഒപ്പം ഒരു എന്താ പറയുക ഒരു സെഷൻ പോലെയാണ്, ഒരു സെമിനാർ പോലെയാണ്. അതിൻ്റെ ഇപ്പം ഒരാളുടെ ലൈഫ് തന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ക്ലാസ് വയ്ക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക കൗൺസിലേഴ്സും ബാക്കി ആൾക്കാരും കിട്ടി. അങ്ങനെ ഒരു ക്ലാസ് ആ ഒരു എഡ്യൂക്കേഷൻ 10th കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു എന്താ പറയുക ഫ്യൂച്ചറിനെ പറ്റിയൊരു വിഷയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയ ചാട്ടം അവർക്ക് പറ്റില്ല സത്യം. കാരണം നമ്മൾ അപ്പോൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാൻ ചെയ്താൽ കുറേ വയസ്സും
കുറെ വയസ്സും കുറെ ടൈമും പിന്നെ എന്താ പറയുക വയസ്സും ടൈമും ഇപ്പോൾ കുറെ ഇൻസൾട്ട് കുറയ്ക്കാൻ പറ്റും. കുറെ ആൾക്കാരെ നമുക്ക് വിടേണ്ടി വരില്ല. പിന്നെ എന്താ പറയുക നമുക്ക് പ്രോമിസസ് കൊടുക്കാൻ പറ്റും. വീട്ടുകാർക്ക് നമ്മൾ കൊടുത്ത പ്രോമിസ് പാലിക്കാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ബ്രോ. നമ്മുടെ ലൈഫിൽ അധികം സ്ട്രഗിൾ ചെയ്യാണ്ട് നമുക്ക് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റും. ഗോൾ ഉണ്ടായിട്ട് കാര്യമില്ല ബ്രോ. അല്ല, ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് റൈറ്റ് ടൈമിൽ വേണം. റൈറ്റ് ടൈമിൽ വേണം ബ്രോ. എനിക്ക് 10th തൊട്ട് ഒരു ഗോളുണ്ട്. അതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. എനിക്ക് 10th ഒരു ഗോള്, 12th ഒരു ഗോള്, അത് കഴിഞ്ഞ് വേറെ ഗോള്, ഓരോ കാലത്ത് ഓരോ ഗോള്. അതിനൊന്നും വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു വിഷം വെച്ച് ഗോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ടൊരു ഗോൾ വെക്കാൻ പാടില്ല. ലൈഫിൽ എങ്ങനെയാണ് രക്ഷപ്പെടണം, അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു മാർഗം മാത്രം നമ്മൾ വിചാരിച്ചു പോയത്. അപ്പോൾ അതിൽ ഫെയിലായി നമ്മൾ തീർന്നു. നമ്മളൊരു 4-5 പാത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു വേ ഓഫ് ഇൻകം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഓൾട്ടർനേറ്റീവ് വഴികളുണ്ടാവും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു 4-5 വഴികളുണ്ടാവും. അപ്പം അത് നമുക്ക് ഏതെങ്കിലും എടുത്ത് ജീവിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ പിള്ളേരെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാണ്ട് കുറേ ഈ പറഞ്ഞ പോലെ ജോഗ്രഫി മറ്റേ കുറേ ഹിസ്റ്ററി പഠിപ്പിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സത്യം പറയാൻ ഒരു കാര്യമില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഈ എന്താ പറയുക നമുക്ക് അറിയാതെ ബേസിക് ഹിസ്റ്ററിയൊക്കെ അറിയണം. അല്ലാണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അത്രയ്ക്കും താല്പര്യമുള്ള ഒരു സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവർ മാത്രം പഠിച്ചാൽ മതി. നമ്മളെ പഠിപ്പിക്കേണ്ടത് ലൈഫ് ലെസൺസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതൊരു മോട്ടിവേഷൻ സ്പീച്ച് അല്ല ബ്രോ. എൻ്റെ ഒരു ഓദനാണ് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. സത്യം പറയാതെ എന്തെങ്കിലും. ഇപ്പം ഇങ്ങനെ ഇരുന്ന് മൂഞ്ചി കുത്തി ചായക്കടയുടെ ഫ്രണ്ടിലിരുന്ന് ചായ കുടിക്കേണ്ടി വരും. ചായ ഗ്ലാസ്സിൽ ഫോണും വെച്ച് ഇങ്ങനെ ഡയലോഗ് അടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. വിഷമമുണ്ട് ബ്രോ. അല്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ശരത്ത് പറഞ്ഞാൽ വേറൊരു ഇതാണ്. ചിലപ്പോൾ ഇല്ലാത്ത വഴി നമ്മളങ്ങ് കയറിയാലോ. അങ്ങനെ ഒരിക്കലും എൻ്റെ അല്ല. നമുക്കറിയത്തില്ലല്ലോ എവിടെ വെച്ചാൽ ലൈഫ് എന്താ പറയാ കുറേ വണ്ടികൾ പോകുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ അല്ല. അങ്ങനെ ആക്കണം. BMW അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങണ്ടേ? ഇപ്പോൾ കുറേ നേരം ശരത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ മെജോറിറ്റി ഓഫ് യങ് പീപ്പിൾസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവരുടെയും ലൈഫിലും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നെവർ ഗിവ് അപ്പ് അതിൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ശരത്ത് പറഞ്ഞ പോലേക്ക് സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക്. ഞാൻ പറഞ്ഞ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടിക്കുക. കൊളാബറേഷനിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്റ്റേബിൾ ആവുക, അതിനുള്ള വഴി കണ്ടുപിടിക്കുക. പറയുന്നു ഈ പൈസ ശരത്ത് പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കുന്ന വഴികൾ പഠിക്കുക. അതിപ്പോൾ ബുക്ക് ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളെ ഫോൺ ത്രൂ ആണെങ്കിലും ടെക്നോളജി നല്ലതായിട്ട് വളർന്നു. നമുക്ക് എന്തുവാ കുറേ വഴികളുണ്ട്. പണ്ടത്തെ പോലെയൊക്കെയല്ല, അതിന് റിസോഴ്സസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് എന്താ പറയുക വഴികൾ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഏറ്റവും ടൈമാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ
മ്യൂസിക് ഇവിടുന്ന് റൈസാണ് നമ്മൾ ഉണ്ടാക്കി വിട്ട്. റൈസായിട്ട് പോയി കിടന്നുറങ്ങണം. നൈസായിട്ട് പോകണം. അയ്യോ ഇന്ന് ബാഴ്സയുടെ കളിയുണ്ട്. നിങ്ങൾ ഏത് ഫാൻസ് ആണ്? ഇതിനെപ്പറ്റി ഒരു ചർച്ച നമ്മൾ നടക്കുന്നുണ്ട്. ഈ പല ചർച്ചകളും പല സ്ഥലങ്ങളും വെച്ച് പുതിയ വീഡിയോകൾ വരാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പം തന്നെ ഒരു ഹാഫ് ആൻഡ് അവർ ആയിരിക്കുകയാണ്. ഞങ്ങളൊരു 15 മിനിറ്റാണ് നോക്കിയത്. പക്ഷേ ഇത് ശരത്ത് മനസ്സ് തുറന്നപ്പോഴത്തേക്ക് അത് കുറേ വഴി കൂടി സഞ്ചരിച്ചു. ഇനിയുണ്ട് പറയാനാണെങ്കിൽ ഒരു എന്താ പറയാ, ഇതിന്റെ സ്പേസ് തീരണം വരെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇത് സ്പേസ് തീർന്നെന്ന് അറിയത്തില്ല. ഇല്ല തീർന്നിട്ടില്ല. അപ്പം അതേ ഉള്ളൂ. ഒന്നുമില്ല, ഇതൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കുക, വർക്ക് ചെയ്യുക. ആൻഡ് ബൈ ഇറ്റ്സ് ഗുഡ് നൈറ്റ് ബൈ. നെക്സ്റ്റ് ടൈം ഇനിയും കുറേ വീഡിയോകൾ ഉണ്ടാക്കാം. പുതിയ വർഷമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, പുതിയ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് അടുത്ത വർഷമെങ്കിലും നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് സംസാരിക്കണം. ബ്രോ ഇല്ല അതല്ല നമുക്ക് പ്ലാൻ. നമുക്ക് അടുത്ത വർഷം ഞങ്ങൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അടുത്ത വർഷം സ്വന്തം സ്റ്റുഡിയോയില് അതും ക്യാമറ വെച്ച് നമ്മളിത് ഷൂട്ട് ചെയ്യും. ഓക്കെ ബ്രോ. അങ്ങനെയുള്ള വലിയ ചേഞ്ചുകൾ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾവേസ് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്, ഇതൊക്കെ തന്നെ. ഓക്കെ, കട്ട് ബും